ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിക്ക് സ്വന്തമായി പഞ്ചായത്ത് ഓഫീസായി. പുതുതായി നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. ഇതുവരെ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിൽ വനിതകളടക്കം 10 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇടമലക്കുടിയിലേക്ക് മാറുന്നതോടെ വനിതാ ജീവനക്കാർക്ക് താമസിക്കാനായി സൊസൈറ്റി കുടിയിലെ പഴയ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തയ്യാറാക്കിയിട്ടുണ്ട്. തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലെത്തിയവർക്ക് പൂക്കളുടെ വർണ്ണക്കാഴ്ചയൊരുക്കിയ മൂന്നാർ പുഷ്പമേള ശ്രദ്ധേയമായി. DTPCക്ക് കീഴിലുള്ള ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള സംഘടിപ്പിച്ചത്. വിനോദസഞ്ചാരികളടക്കം ആയിരക്കണക്കിന് ആളുകൾ 10 ദിവസം നീണ്ടുനിന്ന പുഷ്പമേള സന്ദർശിക്കാനെത്തി. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവയുടെ വലിയ ശേഖരം മേളയുടെ പ്രത്യേകതയായിരുന്നു. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു. SSLC പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ 99.58% വിജയം. 5769 ആൺകുട്ടികളും 5446 പെൺകുട്ടികളെയും ഉൾപ്പെടെ 11215 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 5740 ആൺകുട്ടികളും 5429 പെൺകുട്ടികളും ഉൾപ്പെടെ 11169 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 4812 പേരും കട്ടപ്പനയിൽ നിന്ന് 6357 പേരുമാണ് വിജയിച്ചത്. വിജയശതമാനത്തിൽ സംസ്ഥാനത്ത് 7ാം സ്ഥാനത്താണ് ജില്ല. 383 ആൺകുട്ടികളും 889 പെൺകുട്ടികളും അടക്കം 1272 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. സഞ്ചാരികളെ ആകർഷിച്ച ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഗുൽമോഹർ എന്ന ചുവന്ന വാഗമരങ്ങൾ പൂവിട്ടു. മൂന്നാർ വാഗവരെ എസ്റ്റേറ്റിലും ലക്കം വെള്ളച്ചാട്ടത്തിന് സമീപം ചട്ടമൂന്നാർ ഭാഗത്തുമൊക്കെയുള്ള തേയിലത്തോട്ടങ്ങളിൽ ചുവന്ന വാഗ വ്യാപകമായി പൂവിട്ടിട്ടുണ്ട്. നോക്കെത്താ ദൂരത്തോളം വിസ്തൃതിയേറിയ തേയിലത്തോട്ടങ്ങളിലെ പച്ചപ്പിന് നടുവിൽ കടും ചുവപ്പ് നിറത്തിൽ പൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾ സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വസന്തമാണ് ഒരുക്കുന്നത്. സംസ്ഥാന പാതയോരത്തുൾപ്പെടെ ചുമന്ന വാഗ പൂത്തു നിൽക്കുന്നതിനാൽ ഇത് കാണാനും ചിത്രങ്ങൾ എടുക്കാനുമായി സഞ്ചാരികളുടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. തേയിലച്ചെടികളെ കാറ്റിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നട്ടുവളർത്തിയ മരങ്ങളാണിവ. കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വാഗമരങ്ങൾ പൂവണിയുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി ഉത്സവം 10,000-ങ്ങൾക്ക് ദർശന പുണ്യമായി. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമി അഥവാ ചിത്രാ പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്കായിരുന്നു. കേരളവും തമിഴ്നാടും ചേർന്നാണ് ഉത്സവം നടത്തിയത്. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനം ഇടുക്കി പാർക്കിൽ നടന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഉദ്യാന പദ്ധതിയോട് ചേർന്നുള്ള 5 ഏക്കറിലാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ്. 20ാം നൂറ്റാണ്ടിന്റെ പിറവിയോടെ ഇടുക്കിയുടെ മലമടക്കുകളിലേക്ക് ആരംഭിച്ച കർഷക കുടിയേറ്റത്തിന്റെയും കുടിയിറക്ക നീക്കങ്ങളുടെയും തുടർന്നുള്ള ജീവിതത്തിന്റെയും സ്മരണകൾ ഉണർത്തുന്ന ശില്പങ്ങളും കൊത്തുപണികളും അടങ്ങിയ ഇടുക്കിയുടെ ഭൂതകാലമാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിലുള്ളത്. കുടിയേറ്റ കർഷകന്റെ രൂപമാണ് സ്മാരക വില്ലേജിന്റെ പ്രവേശന കവാടം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.